ദേവൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ സവാളയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഉള്ളിവർഗത്തിൽപ്പെടുന്ന പച്ചക്കറിയാണ് സബോള അഥവാ സവാള. വലിയ ഉള്ളി എന്നും അറിയപ്പെടുന്ന സവാള ലോകവ്യാപകമായി വലിയ കൃഷിയുള്ള ഉള്ളിവർഗമാണ്. കറി വെച്ചും പച്ചയായും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് സവാള. കൂടാതെ സാലഡ്, അച്ചാർ എന്നിവ ഉണ്ടാക്കാനും സവാള ഉപയോഗിക്കുന്നുണ്ട്. വെറും ഒരു ഭക്ഷ്യവസ്തു എന്നതിലുപരി സവാള ഒരുപാട് രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തമ പ്രതിവിധി കൂടിയാണ്. സവാളയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറയായ സവാള ആരോഗ്യദായകമായ ഒരു ഭക്ഷണമാണ്. സവാളയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഇതിൽ ധാരാളമായി പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം കുറച്ചു കൊണ്ടുവരുന്നതിനും സവാള സഹായിക്കുന്നു. സവാളയിലെ ഫ്ലേവനോയിഡ് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമായ ക്വെർസെറ്റിനാണ് ഇതിന് സഹായിക്കുന്നത്. ഇതുകൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുവാനും സവാള സഹായിക്കുന്നുണ്ട്. സവാളയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള സൾഫറാണ് ഇതിന് സഹായിക്കുന്നത്. മാത്രമല്ല, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുവാനും സവാള സഹായകരമാണ്. പ്രമേഹമുള്ള ആളുകൾ പതിവായി സവാള കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ശരീരത്തിലെ നീർക്കെട്ട്, വേദന എന്നിവ കുറയ്ക്കുവാനും സവാള സ്ഥിരമായി കഴിക്കുന്നതിലൂടെ സാധിക്കും. രക്തക്കുഴലിലെ ബ്ലോക്ക് മാറുവാനും സവാളയുടെ ഉപയോഗം സഹായിക്കും. ഇതുകൂടാതെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ തടയുവാനും സവാള ഫലപ്രദമാണ്. സവാളയുടെ നീരിൽ ആൻറ്റി മൈക്രോബയൽ ഉള്ളതിനാൽ താരനകറ്റുവാനും സവാള സഹായിക്കുന്നു. കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ പ്രീബയോട്ടിക്കുകളുടെയും നാരുകളുടെയും സമ്പുഷ്ടമായ ഉറവിടം കൂടിയാണ് സവാള. ഇതിൽ ധാരാളമായ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ദിവസവും ഓരോ സവാള കഴിക്കുന്നവർക്ക് ദഹന പ്രക്രിയ സുഗമമാക്കുവാനും അമിതമായ വിശപ്പിനെ കുറച്ചു കൊണ്ടുവരാനും അങ്ങനെ വണ്ണം കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. സവാളയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മൂത്രാശയത്തിലെ അണുബാധ തടയുവാൻ കഴിവുള്ളവയാണ്. മലബന്ധവും ദഹന സംബന്ധിയായ പ്രശ്നങ്ങളും അകറ്റുന്നതിനും സവാള സഹായിക്കുന്നുണ്ട്. കൂടാതെ കുടൽ ശുദ്ധമാക്കുവാനും കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും സവാള ഫലപ്രദമാണ്. മാത്രമല്ല, പൈൽസ്, ഫിഷർ തുടങ്ങിയവയ്ക്ക് ഒരു ഉത്തമ പ്രതിവിധി കൂടിയാണ് സവാള. വൈറ്റമിൻ സി സവാളയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും സവാള ഗുണകരമാണ്. മാത്രമല്ല, ത്വക്കിൻ്റെ ആരോഗ്യം നിലനിർത്തി പ്രായാധിക്യത്തെ ചെറുക്കുവാനും സവാള പതിവായി കഴിക്കുന്നത് ഉപകരിക്കുന്നുണ്ട്. വൈറ്റമിൻ B6 അടങ്ങിയിരിക്കുന്നതിനാൽ നാഡികളുടെ പ്രവർത്തനത്തിന് സവാള ഏറെ ഗുണം ചെയ്യുന്നു. മസിലുകളുടെ സുഗമമായ പ്രവർത്തനത്തെ സവാള ത്വരിതപ്പെടുത്തുന്നു. സൈനസൈറ്റിസ് പ്രോബ്ലം ഉള്ളവർക്കും സവാള പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്.
സവാള, ഇഞ്ചി, തേൻ എന്നിവ ചേർത്ത് കഴിക്കുന്നത് സൈനസൈറ്റിസ് മൂലമുണ്ടാകുന്ന കഫക്കെട്ടിനും തലവേദനയ്ക്കും ഉത്തമമാണ്. സവാളയിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ വൃക്കകളുടെ ആരോഗ്യത്തെയും വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തെയും ഇത് മെച്ചപ്പെടുത്തുന്നു. എല്ലുകളുടെ ബലം കൂട്ടുകയും ഓസ്റ്റിയോപൊറോസിസ് വരുന്നത് തടയുകയും ചെയ്യും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സവാള സഹായകരമാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഡയനിൻ, ഡൈസൾഫൈഡ്, ക്വെർസെറ്റിൻ മുതലായവ ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നു. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുവാൻ സവാള സഹായിക്കുന്നുവെന്ന് പഠനങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ ഇല്ലാതാക്കുവാനും ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുവാനും സവാള ഗുണകരമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിനും സവാള സഹായകരമാണ്. ഫൈബർ നന്നായുള്ളതിനാലും അന്നജവും കാലറിയും കുറവായതിനാലും ഡയബറ്റീസ് ഉള്ളവരുടെയും അമിതവണ്ണമുള്ളവരുടെയും ഭക്ഷണത്തിലും സവാള ഉൾപ്പെടുത്താം. ശരീരത്തിന് ഗുണകരമായ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് സവാള സഹായിക്കുന്നു. സവാളയിൽ അലിസിൻ എന്ന വസ്തു അടങ്ങിയിരിക്കുന്നതിനാൽ ലൈംഗിക ശേഷി കുറവുള്ളവർ ദിവസവും ഓരോ സവാള പച്ചയ്ക്ക് കഴിക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ കോളൻ ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ സവാള സഹായിക്കുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും ഡൈജഷൻ പ്രോബ്ലമൊന്നുമില്ലാതെ കഴിക്കുവാൻ പറ്റിയ ഒരു വെജിറ്റബിളാണ് സവാള. എന്നാൽ ചിലരിൽ സവാള ദഹിക്കുവാൻ പ്രയാസമായതിനാൽ അങ്ങനെയുള്ള വ്യക്തികൾ സവാള അധികം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വായുകമ്പത്തിനും ദഹന പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ചിലരിൽ സവാള കഴിക്കുന്നത് നെഞ്ചെരിച്ചിലിന് കാരണമാകാറുണ്ട്. മറ്റു ചിലരിൽ ഗ്യാസും വയറുവേദന ഉണ്ടാക്കിയേക്കാം.